വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചിരുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. കാരണം ഇയ്യോബിന്റെ ഒരു വാക്യം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് വേദം വന്നു. അപ്പൊ അതുപോലെ ഇപ്പൊ കർത്താവിനോട് ചോദിച്ചു, നീ ഇയ്യോബിനെ ആളോ മാതൃകയാക്കുന്നത് എന്റെ ആളോ മാതൃക? ഓക്കെ, നമുക്കൊരു കോംപ്രമൈസിലെത്താം. സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പക്ഷെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അലക്സാണ്ടറുടെ ഒരു ചെറുക്കൻ, ഒരു ബാല്യക്കാരൻ കുതിരയെ കുളിപ്പിക്കാൻ 3 മണിക്കൂർ എടുക്കും. പുള്ളി കുളിക്കാൻ മറന്നുപോയി. കാരണം കുതിരയെ കുളിപ്പിച്ച് വരുന്ന സമയം പോകും. ഒരു ദിവസം ചോദിച്ചു, നീ കുതിരയെ കുളിപ്പിക്കാൻ എത്ര സമയം എടുക്കൂടാ? 3 മണിക്കൂർ. നിന്റെ കഴുകാനോ? സോറി സാർ, സമയം കിട്ടാറില്ല. കുതിരയുടെ ഇച്ചിരി കുറച്ചോ, ബാക്കി നീ കുളിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സത്യം പറയട്ടെ, നിങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും പറയാം. ഒന്ന്, നമുക്ക് ഈ സുബോധം നഷ്ടപ്പെടാതിരിക്കും. വെളിവെന്ന് പറയുന്ന ഒരു സംഗതി പെട്ടെന്ന് പോകുന്നതാണ്. പറയേണ്ടത് പറയുക, പറയേണ്ടത് പറയാതിരിക്കുക, കുട വെച്ചെടുത്ത് വടി വെക്കാതിരിക്കുക. മനസ്സിന്റെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ. ബാക്കി പറഞ്ഞാട്ട് നാവിന്റെ ഉത്തരമോ ഹോവിയാൽ വരും. അപ്പൊ വായി വരുന്നത് പറയാതിരിക്കണം. എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. തക്ക സമയത്ത് പറയുന്ന വാക്ക് അത് എവിടുന്ന് വരും? പറഞ്ഞാട്ട് ഹോവിയാൽ വരുന്നു. ഇന്റർവ്യൂവിനൊക്കെ വല്ലതൊക്കെ വിളിച്ചു പറയാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന്. ഒരു 15 GB സാധനം തലേ കിടപ്പുണ്ട്. പക്ഷെ അതെല്ലാം കൂടി ഒന്നും പറയാൻ നോക്കിയല്ല. 2 വാക്ക് പറയാൻ ഈ മൂവി സമയമുള്ളൂ. അത് നന്നായിരിക്കണമെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യണം. കാണേണ്ടത് കാണാനും കാണണ്ടാത്തത് കാണാതിരിക്കാനും പറഞ്ഞു. കേൾക്കേണ്ടത് കേൾക്കാനും കേൾക്കേണ്ടാത്തത് കേൾക്കാതിരിക്കാനും പറഞ്ഞു. അറിയേണ്ടത് അറിയാനും ആവശ്യമില്ലാത്ത അറിയാതിരിക്കാനും പറഞ്ഞു. ഇതൊക്കെ വലിയൊരു കൃപ. ആവശ്യമില്ലാത്ത അറിയാതിരുന്ന എന്നെ ഭാഗ്യം. സമാധാനമായിട്ട് കിടന്നു. ആവശ്യമില്ലാത്ത ഒരു ടെലിഫോൺ കോളോ വീട്ടിലോട്ട് വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒരൊറ്റ കോള് മതി ഒരു ദിവസങ്ങളെ. സന്ധ്യയായി വിശദമായി 1-ാം ദിവസം. സങ്കീർത്തനത്തിൽ ഭക്തൻ മുട്ട നിൽക്കുന്നു, സദൃശവാക്യത്തിൽ ഭക്തൻ കാലിൽ നിൽക്കുന്നു. ഇത് രണ്ടും ഡെയിലി വായിച്ചോണ്ടിരിക്കും. സങ്കീർത്തനം മുഴുവൻ പ്രയറാണ്. സദൃശവാക്യം മുഴുവൻ പ്രാക്ടിക്കൽ ലൈഫാണ്. മുട്ടിന്മേൽ താഴ്വുള്ളവൻ ഹൃദയത്തിൽ താഴ്വുണ്ടാവില്ല. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തുക. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നവൻ പ്രശ്നങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുക. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നവൻ പിശാചിന്റെ മുമ്പിൽ മുട്ടുകുത്തുക. പണത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുക. അധികാരത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുക. നിന്നെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്നവൻ മുട്ടുകുത്തും. എന്നോട് പറയാം, ദൂത് വചനം ചുമ്മാ കഥ പറയല്ല, നിങ്ങളുടെ പ്രവചനം. നിന്നെ മുട്ടുകുത്തിക്കാൻ നോക്കുന്നവൻ മുട്ടുകുത്തുകയേ ഉള്ളൂ. നീ മുട്ടുകുത്തുക. എഴുതിയിട്ടു, ഡേറ്റ് ഇട്ടു. മൊർദെഖായി എന്നൊരു പാവം മനുഷ്യനുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു കുഴപ്പമാണ്. പുള്ളി എല്ലായിടത്തും ഒന്ന് മുട്ടുകുത്തുക. ഹാമാനെ കണ്ട സല്യൂട്ട് അടിക്കുക. അത്ര ഒരു കുഴപ്പമേ ഉള്ളൂ പുള്ളി. അതെന്തിനാ അടിക്കേണ്ട ആവശ്യം? എന്നാ ഹൂ ഈസ് ഹി? ഞാൻ എന്റെ ദൈവത്തെ മുട്ടുകുത്തി ആരാധിച്ചവനാണെങ്കിൽ കാണുന്നവന്റെ എല്ലാം മുമ്പിൽ മുട്ടുകുത്തുക. അങ്ങനെ ചെയ്താൽ അഹങ്കാരമാണെന്ന് തെറ്റിദ്ധരിക്കും. അഹങ്കാരമല്ല, അഭിമാനമാണ്. ഹാമാൻ പല്ല് കടിച്ചോണ്ട് പറയുന്നത് എന്നാണെന്നറിയോ? നിന്നെ ഞാൻ മുട്ടുകുത്തിക്കും. പലരോടും പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇവനെ ഞാൻ മുട്ടുകുത്തിക്കും. നടന്നില്ല. ഹാമാനെ മുട്ടുകുത്തിക്കാൻ മൊർദെഖായിക്ക് കഴിഞ്ഞു.
മോർദെഖായി മുട്ടുകുത്തിച്ച് ഹാമാൻ കഴിഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവത്തിന് ഇപ്പം റിട്ടയർമെന്റ് ഒന്നും വന്നിട്ടില്ല. ആ ദൈവത്തിന് വെള്ളെഴുത്തൊന്നും ആയിട്ടില്ല. ആ ദൈവം എന്റെ ദൈവം. ഈ ദൈവം എന്റെ. നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കണം. എന്തിനു വേണ്ടി? എന്റെ ജഡം എനിക്ക് അനുകൂലമല്ല. പൗലോസ് പറയുന്നു, എനിക്ക് എന്റെ ജഡത്തിൽ വിശ്വാസമില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ലോകം എനിക്ക് അനുകൂലമല്ല. അവിടെ പ്രാർത്ഥിക്കും. പിശാച് എന്നെ ചതിക്കാൻ 24 മണിക്കൂർ ശ്രമിക്കുന്നു. അവിടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു കളിക്കളത്തിലല്ല, യുദ്ധക്കളത്തിലാണ്. അതുകൊണ്ട് ഞാൻ വളരെ പ്രാർത്ഥിക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിന്റെ പച്ച മലയാളം നീ അഹങ്കാരിയാണ്. എനിക്കല്ലാതെ നിൽക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു പക്ഷേ അഹങ്കാരമായിരിക്കും, അല്ല അജ്ഞതയായിരിക്കും. പക്ഷേ അതിന്റെ മീനിങ് അഹങ്കാരമാണ്. എനിക്ക് സാധിക്കും. പ്രാർത്ഥിക്കുക. യേശു 2ാമത് ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് നമ്മുടെ ഭാഷയിലോട്ട് വരാം. നമ്മുടെ ചെറിയ കൂട്ടായ്മ. യേശുവിനെ അന്നുള്ള സഭയാണ് ഈ പറഞ്ഞോണ്ട് വരുന്നത്. നമ്മുടെ സർക്കിളിൽപ്പെട്ട കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ എല്ലാവരുടെ പേരറിയാവോ? ഇല്ലെങ്കിൽ ഇന്നൊന്ന് ചോദിച്ചു വെച്ചോ. ആഴ്ചയിൽ ഒരു ദിവസം ഓപ്പുണ്ടോ? അന്ന് എല്ലാവരുടെയും പേര് പറയണം. അല്ലാത്തപ്പം മൊത്തത്തിലൊക്കെ കിട്ടുമോ? നോൺ സ്റ്റോപ്പ്, ലിമിറ്റഡ് സ്റ്റോപ്പ് ഒക്കെ പോട്ടെ. ഒരു ദിവസം ഓഫുണ്ടോ? അന്ന് പേര് പറഞ്ഞു കാണും. എന്റെ കൂട്ടായ്മപ്പെട്ട മുഴുവൻ പേർ. ഇതിനെല്ലാം ഇനിയും ഉപവകുപ്പുകളുണ്ട്. അത് പിന്നീട് പറയാം. 3ാമത് യേശു ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? വാക്യം 20. നമുക്ക് വേണ്ടി 2009 ലോസ് ആഞ്ചലീസ് ചർച്ചിൽ ഇരിക്കുന്ന നിനക്ക് വേണ്ടിയാണ് അല്ലേ എന്ന് പ്രാർത്ഥിച്ചു. എന്ന് 2000 കൊല്ലം മുമ്പ്. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രോഫറ്റിക്കൽ പ്രയർ അല്ലായിരുന്നോ? അന്ന് ഞാൻ ജനിച്ചിരുന്നോ? എന്റെ അപ്പം കല്യാണം കഴിച്ചിരുന്നോ? അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ യേശു എത്ര കൊല്ലം മുന്നിൽ കണ്ടു പ്രാർത്ഥിച്ചു? ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ എത്ര കൊല്ലം മുമ്പിൽ കണ്ടു പ്രാർത്ഥിക്കുന്നു? എന്റെ പൊന്നുവാസ മുമ്പിലൊന്നും കാണണ്ട. ഇപ്പൊ നിലവിലുള്ളൊന്നും പ്രാർത്ഥിച്ചിട്ട് 10 കൊല്ലം കഴിയുമ്പോൾ ഈ സഭയിൽ എത്ര പേര് വേണം? 10 കൊല്ലം കഴിയുമ്പോൾ നിന്റെ കുടുംബത്തിൽ എത്ര പേര് ഇനി സമുദായത്തിൽ നിൽക്കണം? നിന്റെ നാട്ടിൽ എത്ര സഭ ഉണ്ടാവണം? ഒന്നും ഉണ്ടാവണ്ട. കർത്താവ് ഒന്നിച്ചു വന്നേച്ചാ മതി. ആമേൻ കർത്താവ് എത്ര നാളായി പറയും. ഒന്നിച്ചു വല്ല ഞങ്ങൾക്കങ്ങ് പോകാൻ. ട്രെയിനെ കയറി ഇരുന്നാണ് പറയുന്നത്. വിടാത്തേനാ വിടാത്തേനാ വിടാത്തേനാ. അന്നേരം വേറൊന്നിനും അവിടെ ഒന്ന് പ്രാർത്ഥിക്കും. എന്റെ പൊന്നി കർത്താവ് എങ്ങനെയോ ഒന്ന് ലേറ്റ് ആക്കണേ. പുള്ളി ബ്ലോക്കായി കിടക്കുക അപ്പുറത്ത് സിഗ്നലില്. നിങ്ങൾ അറിയുന്നുണ്ടോ? ചിലർ ബ്ലോക്കാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. ഈ കത്ത് ഒരു പെൺകുട്ടി എഴുതുന്നതാണ് ഇംഗ്ലീഷില്. നമ്മൾ ഈ സഭായം കഴിഞ്ഞിട്ട് ആമേൻ കർത്താവെ വേഗം പറഞ്ഞെന്ന് പറയുമ്പോൾ ഈ കൊച്ചു അവിടെ നിന്നോട് പറയും കർത്താവെ ഉടനെ വരല്ലേ. അത് തെറ്റുണ്ടോ എന്ന് എഴുതി ചോദിച്ചോ. ഞാൻ ചോദിച്ചു അതെന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്റെ വീട്ടിൽ ആരും വിശ്വാസത്തിലില്ലെന്നേ. ഞാൻ ഒറ്റയ്ക്ക് കത്തോലിക്കാന്ന് വന്നാന്നേ. നിങ്ങൾ ഈ വേഗം പറഞ്ഞെന്ന് പറഞ്ഞാ ഞാൻ അന്നേരം ഓർത്ത് എന്തൊരു സ്വാർത്ഥതയാ നമ്മളീ പറയും. സ്വതന്ത്രം 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 തമാശ എന്നല്ല ഞാൻ പറയുന്നത്. വളരെ ഗൗരവമുള്ള ദൂതാ പറയുന്നത്. നിനക്കൊരു കരച്ചിലുണ്ട്.